തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ അഞ്ചാമത്തൊരു കാരണം ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറയുന്നത് ഖൗഫുല്ലാഹി വഖശിയതു ഇഖാബിഹി, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയുമാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിലും താക്കീതുകളിലും അടിയുറച്ച് വിശ്വസിക്കുന്നതിലൂടെയാണ്. വീണ്ടും മഹാനവറുകൾ പറയുന്നു, അതുപോലെ അള്ളാഹുവിലും അവൻ്റെ കിതാബിലും അവൻ്റെ പ്രവാചകന്മാരിലും അടിയുറച്ച് വിശ്വസിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമുണ്ടാകുന്നത്. ഈ അടിയുറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അള്ളാഹുവിനെ കൂടുതൽ അറിയുന്നതിലൂടെയാണ്. അള്ളാഹുവിനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നതിലൂടെയാണ്, ഇൽമ് യഖീനിലൂടെയാണ്. ഇൽമും യഖീനും ബലഹീനമായി കഴിഞ്ഞാൽ, ദുർബലമായി കഴിഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയും ദുർബലമാകും. ഇൽമും യഖീനും ദൃഢമായി കഴിഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് അറിയേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയും വർദ്ധിക്കുന്നതാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമഹ വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെ കൈപ്പിടിയിലായിരിക്കും. ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങും. ആകാശങ്ങൾ അവൻ്റെ വലം കൈയിൽ ചുരുട്ടിക്കൂട്ടിയതായിരിക്കും. നാം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്. ഇവരാരോപിക്കുന്ന, സത്യനിഷേധികൾ ആരോപിക്കുന്ന പങ്കാളികൾക്കെല്ലാം അതിൽ നിന്നുമെല്ലാം അവൻ പരിശുദ്ധനാണ്, അതീതനാണ്, അത്യുന്നതനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. അപ്പം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് കുഫറിലും ശിർക്കിലും തിന്മകളിലുമൊക്കെയായി സത്യനിഷേധികളായ ആളുകൾ അവരുടെ ജീവിതത്തെ ചെലവഴിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരായിരിക്കും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ, അള്ളാഹുവിനെ പേടിക്കുന്നത് മിൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്നും അൽ ഉലമാ, ആലിമീങ്ങളാണ്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദീനിനെയും ഖുർആനിനെയും മനസ്സിലാക്കുന്നവരാണ്. സലഫു സാലിഹീങ്ങൾ പറയുന്നുണ്ട്, കഫാ ബി ഖശിയത്തില്ലാഹി ഇൽമ, അള്ളാഹുവിനെ ഒരാൾക്ക് പേടിക്കാൻ യഥാർത്ഥത്തിൽ ഇൽമുണ്ടായാൽ മതി. അള്ളാഹു ആരാണെന്നുള്ള ഇൽമ് അവൻ മനസ്സിലാക്കിയാൽ മതി, പഠിച്ചാൽ മതി. വൽ ഇഗ്തിറാറു ബില്ലാഹി ജഹ്ല, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ വഞ്ചിതനാകാൻ അഥവാ തിന്മകളൊക്കെ അള്ളാഹുവിനെ പേടിയില്ലാതെ ചെയ്യാൻ, ജഹ്ലൻ, അത് അവനെ നയിക്കുന്നത് അവൻ്റെ അറിവുകേടാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത്, മൻ അറഫല്ലാഹ അഹബ്ബ, ഒരാൾ അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കും. സാധാരണ പേടി സിംഹത്തെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നത് പോലെയുള്ള പേടിയല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി എന്ന് പറയുന്നത്. സിംഹത്തെ അടുക്കുംതോറും, ശത്രുവിലേക്ക് അടുക്കുംതോറും പേടി വരുന്നുണ്ടെങ്കിൽ അത് വിരണ്ടോടാനാണ് അത് കാരണമാവുക. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, ഖശിയത്ത് എന്ന് പറയുന്നത്, അള്ളാഹുവിനെ അറിയും തോറും ആ പേടി വർദ്ധിക്കും തോറും നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമെന്നാണ്. ഫലാ തഖ്ശൗഹും വഖ്ശൗനി, ഈ ലോകത്തുള്ള ഒരു ശക്തിയെയും വ്യക്തികളെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല, എന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ സുഗമമായ വളരെ എളുപ്പത്തിലുള്ള സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന രീതിയിൽ
മുഴുവൻ തിന്മകളുടെയും വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ശരിക്കും അറിയാം. ആ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന ഒരു ഹദീസാണ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന. അറബികൾക്ക് അവരുടെ ജീവിതം തന്നെ യാത്രയാണ്. കച്ചവടത്തിന് വേണ്ടി അവർ യാത്ര ചെയ്യും. ഷാമിലേക്കോ യമനിലേക്കോ യാത്ര ചെയ്യുന്നവനെ പോലെ യാത്രക്കിടയിൽ വഴിക്കൊള്ളക്കാരുണ്ടാകും, മറ്റ് മാർഗ തടസ്സങ്ങളുണ്ടാകും. ആ വഴിക്കൊള്ളക്കാരിൽ നിന്നും മറ്റുള്ള തടസ്സങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ നേരത്തെ എത്തിച്ചേരാൻ വേണ്ടി ഏറ്റവും നല്ലത് രാത്രിയുടെ അവസാന സമയത്ത് പുറപ്പെടലാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരണമെങ്കിൽ ട്രാഫിക് ഇല്ലാതെ തിരക്കുകളില്ലാത്ത ആ സമയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ യാത്ര ചെയ്ത് ഷാമിലെത്തിക്കഴിഞ്ഞാലോ അവിടെ നിന്നും തങ്ങളുടെ കൈവശമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊടുത്ത്, ഈത്തപ്പഴങ്ങൾ കൊടുത്ത്, തങ്ങളുടെ നാടുകളിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊടുത്ത് അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മേടിക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു മനുഷ്യൻ ആഖിറത്തിലേക്കുള്ള യാത്രയിലാണ്. മൻ ഖാഫ, ആരെങ്കിലും ആ ആഖിറത്തിലേക്കുള്ള യാത്രയിൽ അവിടെ തടസ്സമായി ശൈത്താൻ പ്രത്യക്ഷപ്പെടും. ശൈത്താന്റെ മുഴുവൻ കുതന്ത്രങ്ങളും അവൻ മെനഞ്ഞുകൊണ്ടിരിക്കും. നമ്മളുടെ നേർമാർഗത്തിൻ്റെ വഴിയിൽ അവൻ വന്നിരിക്കും, പരിശ്രമിക്കും. മാത്രമല്ല നഫ്സ് അമ്മാറ, നമ്മുടെ മനസ്സ് നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, ഇച്ഛകൾ കടിമപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിലേക്ക് എത്താനുള്ള പല തടസ്സങ്ങളും നാം പേടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരാൾ പേടിക്കുകയാണെങ്കിൽ മൻ ഖാഫ, ഈ തടസ്സങ്ങളെല്ലാം മാറി വളരെ എളുപ്പത്തിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പേടിക്കുന്നുണ്ടെങ്കിൽ, അദ്ലജ, അവൻ രാത്രിയുടെ അവസാന സമയത്ത് പുറപ്പെട്ടാൽ മതി. അഥവാ സാലിഹായ അഅമാലുകൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി അവൻ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന, ശൈത്താന്റെ മുഴുവൻ കുതന്ത്രങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെട്ടാൽ മതി. അഥവാ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവൻ തേടിയാൽ മതി, നേരത്തെ പുറപ്പെട്ടാൽ മതി. വമൻ അദ്ലജ, അങ്ങനെ ശൈത്താന്റെ ശർറുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവൻ യാത്ര നേരത്തെ പുറപ്പെട്ടു കഴിഞ്ഞാൽ ബലഗൽ മൻസിൽ, അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ എത്താൻ സാധിക്കും. അവന്റെ സ്വർഗത്തിലേക്ക്, ആഖിറത്തിലേക്ക്, പരലോകത്തേക്ക് സുഗമമായി എത്താൻ സാധിക്കും. പക്ഷെ എത്തിയാൽ മതിയോ? നമ്മൾ കച്ചവടാവശ്യാർത്ഥം ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അറബികൾ ഷാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെന്തിനാണ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്തത്? വെറും യാത്ര ചെയ്യാൻ വേണ്ടിയാണോ? ഒരിക്കലുമല്ല. അവിടെ പോയിട്ട് അവരുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അവിടെ വിൽക്കുകയും അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിച്ച് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് അവരുടെ കയ്യിൽ സമ്പത്തുണ്ടാകണം, ദീനാർ ഉണ്ടാകണം, ദിർഹം ഉണ്ടാകണം, വിലപിടിപ്പുള്ള ചരക്കുകൾ ഉണ്ടാകണം. നമ്മൾ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ എത്തി, ഇനി നമുക്ക് അവിടെ മേടിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അള്ളാഹുവിൻ്റെ കച്ചവട ചരക്ക് എന്ന് പറയുന്നത്, കമോഡിറ്റി എന്ന് പറയുന്നത്, അത് വളരെ വിലപിടിപ്പുള്ളതാണ്. നിങ്ങൾ ഷാമിലേക്ക് അല്ലെങ്കിൽ യമനിലേക്ക് യാത്ര ചെയ്ത് അവിടെ നിന്നും മേടിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെ പോലെയല്ല നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അള്ളാഹുവിൻ്റെ കമോഡിറ്റി, അള്ളാഹുവിൻ്റെ കച്ചവട ചരക്ക് എന്ന് പറയുന്നത് വില കുറഞ്ഞതല്ല, ചെറിയ പൈസക്ക് മേടിക്കാൻ പറ്റുന്നതല്ല, ഒന്നോ രണ്ടോ ദീനാറിനോ ദിർഹമിനോ മേടിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, നാളെ പരലോകത്ത് അള്ളാഹു നമുക്ക് മേടിക്കാൻ വേണ്ടി കച്ചവട ചരക്കായി, കമോഡിറ്റിയായി അവിടെ വെച്ചിരിക്കുന്നത് സ്വർഗമാണ്. സ്വർഗമാണ്. ആ സ്വർഗമാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും യാത്രയിലാണ്. ഈ യാത്രയിലുള്ള അപകടങ്ങളെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വഴിക്കൊള്ളക്കാരുണ്ട്, ശൈത്താന്മാരുണ്ട്, പിശാചുക്കളുണ്ട്.
നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സുമുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ, നാളെ പരലോകത്തെത്തുമ്പോൾ സ്വർഗം മേടിക്കാനുള്ള ദീനാറും ദിർഹമും ഇല്ല എങ്കിൽ, അവിടുത്തെ കറൻസി ഇല്ല എങ്കിൽ, നമുക്ക് നരകത്തിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. നമുക്കൊരു പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ സ്വർഗം മേടിക്കാനുള്ള കറൻസി, ഇന്ന് ഇവിടെ വില കൂടിയ വസ്തുക്കൾ മേടിക്കണമെങ്കിൽ ദീനാറ് വേണം, ദിർഹം വേണം, ഇന്ത്യയിൽ രൂപ വേണം, പൗണ്ട് വേണം, പലതും വേണം. പക്ഷെ നാളെ പരലോകത്തെത്തുമ്പോൾ സ്വർഗം മേടിക്കാൻ എന്താണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്? ഈമാനും സാലിഹായ അമാലുകളുമാണ്. ഇന്ന് സുബ്ഹാനല്ലാഹയുടെ വില നമുക്കറിയില്ല. ഇന്ന് നമ്മൾ നമസ്കരിക്കുന്ന ഫർദ് നമസ്കാരത്തിന്റെ വില നമുക്കറിയില്ല. ഇന്ന് നാം കൊടുക്കുന്ന സദഖയുടെ മഹത്വം നമുക്കറിയില്ല. ഇന്ന് നാം പറയുന്ന സത്യസന്ധമായ ഈമാനിന്റെ ദഅവത്തിന്റെ വാക്കുകളുടെ വില നമുക്കറിയില്ല. ഇന്ന് നാം പറഞ്ഞു പോകുന്ന അബദ്ധങ്ങളുടെയും കളവുകളുടെയും ഗൗരവവും നമുക്കറിയില്ല. ചെയ്യുന്ന തിന്മകളുടെ അപകടം നമുക്കറിയില്ല. നമ്മളിങ്ങനെ അശ്രദ്ധരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയൊരു കച്ചവടച്ചരക്ക് മേടിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും. അതിനു വേണ്ടി നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മൾ സമ്പാദിച്ചു കൊണ്ടുപോകേണ്ടത്? അറബികൾ മക്കയിലായിരിക്കുന്ന സമയത്ത് അവർ കൃഷി ചെയ്ത് സമ്പാദിച്ചെടുക്കുന്ന വലിയ ഈത്തപ്പഴങ്ങൾ, വില കൂടിയ ഈത്തപ്പഴങ്ങളാണ് അവർ കൊണ്ടുപോകുക ആ മാർക്കറ്റുകളിലേക്ക്. ഷാമിൻ്റെയും യമനിൻ്റെയും മാർക്കറ്റുകളിലേക്കൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അവരിലെ മുന്തിയ ഈത്തപ്പഴങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കച്ചവട സാധനങ്ങളാണ്. അത് അവരൊരു വർഷമായിട്ട് ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ശേഖരിച്ചിട്ടില്ല എങ്കിലോ, അവർ കച്ചവടം ചെയ്തിട്ടില്ല എങ്കിലോ, അവിടെ നിന്നും മേടിക്കുന്ന സാധനങ്ങൾ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്ത് വിറ്റ് തീർത്തിട്ടില്ല എങ്കിലോ, പിന്നെ അവർക്ക് ഷാമിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, യമനിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, സാധനങ്ങൾ മേടിക്കാൻ കഴിയില്ല. ഇതുപോലെ നാം ആഖിറത്തിന്റെ ചരക്കുകൾ മേടിക്കാൻ നാം അശ്രദ്ധരായി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, അവിടെ അല്ലാഹു തആല നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ വെച്ചിരിക്കുന്നതാണ് സ്വർഗം. അവിടുത്തെ കറൻസി കൊണ്ട് നാം മേടിക്കേണ്ടതാണ് സ്വർഗം. അവിടുത്തെ സ്വർഗം എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടലിന്റെ വലിയ ഭാഗ്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആറാഫിലാകാൻ പാടില്ല. അഥവാ സ്വർഗം മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ആറാഫ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും കഴിയില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു വിഭാഗം അവിടെയുണ്ട്. അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള കറൻസി അവരുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും? ആ അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് എത്രയുണ്ട് അത് കണക്കാക്കും, തൂക്കും. അതിനനുസരിച്ചിട്ടുള്ള സ്വർഗമാണ് നമുക്ക് മേടിക്കാൻ സാധിക്കുക. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വീട് ആ നിലവാരത്തിലുള്ള വീടായിരിക്കും. അതൊരു 30 ലക്ഷമുണ്ടെങ്കിലോ അതിനനുസരിച്ച് അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കും. 1 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ നല്ല വിശാലമായ വീട്, കൊട്ടാരം നമുക്ക് മേടിക്കാൻ പറ്റും. ഈ ദുനിയാവിൽ അങ്ങനെയാണ്. ഇതുപോലെ നാളെ നാം പരലോകത്തെത്തുമ്പോൾ 5 പൈസ ഇല്ലാതെയാണ് നാളെ പരലോകത്തെത്തുന്നതെങ്കിൽ ഏത് സ്വർഗമാണ് നാം മേടിക്കുക? ഏത് വീടാണ് മേടിക്കുക? അവിടുത്തെ സ്വർഗമെന്ന് പറയുന്നത്, നമ്മുടെ യഥാർത്ഥമായ സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തെ ആർഭാടപൂർണമായ ജീവിതമല്ല. അവിടെയുള്ള ഭൂമിയാണ് നാം മേടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഏക്കർ കണക്കിന് സ്വത്തുക്കൾ നമുക്കുണ്ടാകും. അതല്ല നമ്മൾ മേടിച്ചിടേണ്ടത്. നാളെ പരലോകത്ത് നമുക്ക് മേടിക്കേണ്ടത്, നാളെ പരലോകത്ത് ഭൂമിയാണ്. അവിടെയുള്ള ഒരു ചാട്ടവാറിന്റെ അളവ് ഭൂമിയാണ് എനിക്ക് ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും മഹത്തമായിട്ട് തോന്നുന്നതെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ നാം എത്ര ഭൂമി നാളെ പരലോകത്ത് മേടിച്ചിട്ടുണ്ട്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അവിടെയുള്ള കൊട്ടാരം സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സ്ഫടികത്തിന്റെ കൊട്ടാരങ്ങൾ അവിടെയുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളു കാണാം, ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം കാണാം. ഇന്നൊക്കെ വലിയ മനോഹരമായ ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ അങ്ങനെയുള്ള ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട നമുക്ക് കാണാറില്ലേ? കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് അവിടുത്തെ മണ്ണിനുള്ളത്. ആ കൊട്ടാരത്തിന്റെ താഴ്വാരത്തിലൂടെ ആറുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ടാകും. അങ്ങനെയുള്ള തോട്ടങ്ങളാണ് നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി അവിടെ ടെൻഷനില്ല, അവിടെ രോഗമില്ല, അവിടെ മരണമില്ല, നിത്യ യൗവനമാണ്. അസുഖമില്ല, ക്യാൻസർ ഇല്ല, പനിയില്ല, ജലദോഷമില്ല, തലവേദനയില്ല, പല്ലുവേദനയില്ല, ഒന്നുമില്ല. ഒരാൾ വേദനിപ്പിക്കാൻ നമ്മളെ വരാനില്ല, പേടിപ്പിക്കാൻ ആരുമില്ല. സമാധാനം മാത്രം, സന്തോഷം മാത്രം, നിത്യ ആരോഗ്യം മാത്രം. പക്ഷേ അതിനെ നമുക്ക് മേടിക്കാൻ ദുനിയാവിലെ ഫണ്ട് പോരാ.
ദുനിയാവിൽ എനിക്ക് ഒരുപാട് സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, അതിങ്ങനെ എണ്ണി കണക്കാക്കി നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് മരിച്ച അള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് അതൊന്നും ചെലവഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്വർഗം പേടിക്കാനാ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴല്ലേ നമുക്കതൊക്കെ സ്വർഗം മേടിക്കാൻ പറ്റുള്ളൂ. നമ്മളതിങ്ങനെ കൂട്ടിവെക്കാണ്, അത് ബാങ്കിൽ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ ആ വർധനവ് കണ്ടിട്ട് നമ്മൾ വല്ലാത്തൊരു ആസ്വാദനമാണ്. നമ്മുടെ പല ഭൂമികളും വെറുതെ കിടക്കുന്നുണ്ട്, അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇതൊന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിലോ അല്ലെങ്കിൽ ഉപകാരമില്ലാത്ത രീതിയിൽ നാം അത് വേസ്റ്റാക്കുകയാണെങ്കിൽ നാളെ പരലോകത്തേക്ക് അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട് ഒരു ഉപകാരവും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നത്? പിന്നെ എന്തിനാണ് അള്ളാഹു നമുക്ക് സമയം തന്നത്? പിന്നെ എന്തിനാണ് അള്ളാഹു നമുക്ക് ഈ സമ്പത്തുകളൊക്കെ തന്നത്? ആഖിറത്തിലെ ആ ഉയർന്ന സ്വർഗം മേടിക്കാനല്ലേ? നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് ആ ഉന്നതമായ അള്ളാഹുവിൻ്റെ ചരക്കാകുന്ന സ്വർഗം നമുക്ക് മേടിക്കണം. അതിനെന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി വേണം. സഹാബാക്കൾക്ക് ആ പേടി ഉണ്ടാകാൻ വേണ്ടി നബി തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. ഒരു പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയാൻ വേണ്ടി നിന്നപ്പോൾ സഹാബി പറയുന്നുണ്ട്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, ഇതുപോലൊരു ഖുതുബ ഞങ്ങൾ കേട്ടിട്ടില്ല. അന്ന് നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, അധികമായിട്ട് നിങ്ങൾ കരയും. ഫഗത്ത അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വുജൂഹഹും, സഹാബാക്കൾ മുഖം പൊത്തി കരഞ്ഞിരുന്നുവാണ് നമ്മൾ ബുഖാരിയുടെ ഹദീസിൽ കാണാൻ സാധിക്കുക. മുഖം പൊത്തി ഈ വാക്ക് കേട്ട് അവർ കരഞ്ഞു. കാരണം അവർക്ക് ആ യാഥാർത്ഥ്യം അറിയാമായിരുന്നു. അള്ളാഹുവിൻ്റെ കഴിവിനെ മനസ്സിലാക്കുകയും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ പോലെ തന്നെ ശിക്ഷയും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ശിക്ഷ എന്ന് നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലിശ വട്ടി വാങ്ങിയവർക്കുള്ള ശിക്ഷ, വ്യഭിചരിച്ചവർക്കുള്ള ശിക്ഷ, നമസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ, സക്കാത്ത് കൊടുക്കാത്തവർക്കുള്ള ശിക്ഷ, ഇതൊക്കെ അള്ളാഹു നേരത്തെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മരണത്തിന് ശേഷം നടക്കാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടവനാണ്. ആ ഖബർ എന്നുള്ളത് പുഴുക്കളുടെയും പാമ്പുകളുടെയും വീടാണ്. ആ ഇടുങ്ങിയ വീട്ടിലാണ് ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ജീവിതത്തിൽ നാം കിടക്കേണ്ടത്. ആ ജീവിതം സ്വർഗീയ ജീവിതമാക്കണം. പക്ഷെ ആ ഖബറിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ, ആ ഖബറിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന രീതിയിലുള്ള തിന്മകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ, അതിനുശേഷം വരാനിരിക്കുന്ന വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള നൃത്തം, അതിനുശേഷം കഠോരമായ വിചാരണ, അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തം, അതിനുശേഷം സിറാത്ത് പാലത്തിലേക്ക്, ഇതൊക്കെ വലിയ കടമ്പകളാ, കഥകളല്ല, സാങ്കല്പികമല്ല, യാഥാർത്ഥ്യമാണ്. നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഏതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ജീവിക്കൽ നമുക്ക് ഉറപ്പുണ്ടോ അതുപോലെ ഉറപ്പുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉറപ്പമാണ്. ഇതൊക്കെ നമ്മൾ കാണുക തന്നെ ചെയ്യും. ഇതൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. നമ്മൾ എങ്ങനെ തരണം ചെയ്യും? ഈ ഒരു ചിന്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു, സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആഖിറത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വരുന്ന ആയത്തുകൾ, ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ അവർ കരയുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ശഖീർ അല്ലാഹു തആല പറയുന്നുണ്ട്, ചീഞ്ചട്ടിയിൽ നിന്നും എണ്ണ തിളക്കുന്ന ശബ്ദം നബിതങ്ങളുടെ കരച്ചിൽ കാരണം ഞങ്ങൾ നമസ്കാരത്തിൽ കേട്ടിരുന്നു എന്നാണ്. എന്തിനാ നബിതങ്ങൾക്ക് കരയേണ്ട ആവശ്യം? ലോക നേതാവാണ്, സ്വർഗമുറപ്പായ പ്രവാചകനാണ്, മുഴുവൻ ഉമ്മത്തുകൾക്കും ശഫാഅത്ത് ചെയ്യുന്ന പ്രവാചകൻ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് പ്രവേശിപ്പിക്കുന്ന ആ പ്രവാചകൻ അള്ളാഹുവിനെ പേടിക്കുകയാണ്. ആ പ്രവാചകൻ അള്ളാഹുവിനെ പേടിക്കുമെങ്കിൽ നമ്മൾ എത്ര പേടിക്കണം? നമ്മൾ എത്ര കരയണം? നമ്മൾ രാത്രിയിൽ എത്ര ഉറക്കമൊഴിക്കണം? സഹാബാക്കൾ റളിയല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഭയത്തെക്കുറിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അൽ ജാഫിൽ കാഫി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. ഖൗഫു സഹാബ, സഹാബാക്കൾ റളിയല്ലാഹു തആല പേടി. അതിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ ഒരു മുഅ്മിന്റെ ശരീരത്തിലെ രോമമായിരുന്നെങ്കിൽ. അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ ഒരു മരമായിരുന്നെങ്കിൽ, മരത്തിലെ ഫലമായിരുന്നെങ്കിൽ ആളുകൾ അത് ഭക്ഷിച്ചേനെ. അദ്ദേഹം പറയുമായിരുന്നു, ഞാനൊരു പുല്ലായിരുന്നെങ്കിൽ മൃഗങ്ങൾ അത് കഴിച്ച് തിന്ന് ഉപകാരമെടുത്തേനെ. എന്തിനാണ് അദ്ദേഹം അത് പറയുന്നത്? വരാനിരിക്കുന്ന വിചാരണയെ, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നൃത്തത്തെ പേടിച്ചുകൊണ്ടാണ്. അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്.
അദ്ദേഹം നാവ് പിടിച്ചുകൊണ്ട് പറയുമായിരുന്നു, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ നാവായിരിക്കും, ഇതിനെ ഞാൻ സൂക്ഷിക്കണം. അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ കരയുന്നില്ലെങ്കിൽ നിങ്ങൾ കരച്ചിലെങ്കിലും അഭിനയിക്ക്. അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ പേടി കാരണം ഒരു മരം നിൽക്കുന്നത് പോലെ അനങ്ങാതെ അദ്ദേഹം നിൽക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, മരണമാസന്നമായ സമയത്ത്, ആയിഷ, എൻ്റെ അടുക്കൽ ബൈത്തുൽ മാലിലെ മേൽവസ്ത്രമുണ്ട്, അതുപോലെ തന്നെ പാൽ കറക്കുന്ന പാത്രമുണ്ട്, അതുപോലത്തെ ഒരു അടിമയുണ്ട്. എത്രയും പെട്ടെന്ന് അടുത്ത ഖലീഫയായ ഉമറിലേക്ക് ഇത് ഏൽപ്പിക്കണം, എൻ്റെ കൂട്ടുകാരനായ ഉമറിലേക്ക് ഏൽപ്പിക്കണം. കാരണം ഇത് ബൈത്തുൽ മാലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സൂറത്ത് തൂർ ഇങ്ങനെ ഓതാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖി, നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ എന്ന് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. കരച്ചിൽ ശക്തമായി, അദ്ദേഹം രോഗിയായി എന്നാണ്. നമുക്ക് ഹദീസിന്റെ കിതാബുകൾ കാണാം, രോഗിയായിട്ട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുമായിരുന്നു, രോഗസന്ദർശനം നടത്തുമായിരുന്നു. എത്രത്തോളം അദ്ദേഹം കരഞ്ഞ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദേഹത്തിന്റെ 2 കവിളുകളിൽ കരഞ്ഞിട്ട് കണ്ണീരിന്റെ ചാലുകൾ കാണുമായിരുന്നു. സാധാരണ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ തയമ്പ് നെറ്റിയിലുള്ളതുപോലെ പല സഹാബാക്കളുടെയും കവിളുകളിൽ കണ്ണീരിന്റെ ചാലുകൾ കാണപ്പെട്ടിരുന്നു എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. പ്രിയമുള്ളവരെ, എനിക്കിത് പറയാൻ ഒരു അർഹതയില്ല. നമുക്കിത് പറയാനും കേൾക്കാനല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത് എനിക്ക് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേൾക്കേണ്ടതും നിങ്ങൾ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ കുറിച്ച് പേടിയുള്ള ആൾ രാത്രിയിൽ അറിയാതെ തഹജ്ജുദിന് എഴുന്നേൽക്കും. ഈ സഹാബാക്കൾ കരഞ്ഞതുപോലെ കരയും. മരണസമയത്ത് തൻ്റെ മകനോട് പറഞ്ഞു, മോനെ, എൻ്റെ കവൾ മണ്ണിലേക്ക് ചേർത്ത് വെക്കണം, അങ്ങനെയെങ്കിലും അള്ളാഹുവിനോട് എന്നോട് കരുണ തോന്നട്ടെ, അങ്ങനെയെങ്കിലും അള്ളാഹു എൻ്റെ പാപങ്ങൾ പുറത്തു തരട്ടെ. ആരാണ് ഈ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പ്രിയമുള്ളവർ, എല്ലാ സഹാബാക്കളുടെയും അവസ്ഥ അതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ മുഖേന ഒരുപാട് നാടുകൾ ഫതഹായി, താങ്കൾ ഖലീഫയാണ്, നബി തങ്ങളിൽ വിശ്വസിച്ച ആളാണ്, അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്, എന്നിട്ടും താങ്കൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, നീ പറഞ്ഞതൊന്നും കൂടി ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം വീണ്ടും ആവർത്തിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മഗ്റൂറു മൻ ഗറർതുമു, ശരിക്കും വഞ്ചനയിൽ അകപ്പെട്ടവൻ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ നല്ല വാക്കുകൾ കേട്ട് ഞാൻ സ്വർഗാവകാശി എന്ന് ആശ്വസിച്ച് നിർഭയിച്ച് കഴിയുന്നവരാണ് ശരിക്കും വഞ്ചനയിൽ അകപ്പെട്ടവൻ. നമുക്കത് കേൾക്കൽ എളുപ്പം, നല്ലവനാണെന്ന് പറയുന്നത് കേൾക്ക്. സഹാബാക്കൾക്ക് അത് പേടിയാ. അദ്ദേഹം പറഞ്ഞു, ഈ മരണവെപ്രാളത്തിൽ എൻ്റെ വാഹനത്തിന്റെ പുറത്ത് സ്വർണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ ഈ മരണത്തിന്റെ ഭയാനകതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുകയാണ് നാളെ പരലോകത്ത് വലിയ പ്രതിഫലമൊന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ആ നരകത്തെ കുറിച്ചുള്ള പേടി കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് എത്രത്തോളം അള്ളാഹുവിനെ, നമുക്കിന്ന് ദുനിയാവിൻ്റെ ചരക്കുകളും ബാക്കിയുള്ളത് അതിൻ്റെ മഹത്വമൊക്കെ നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ പെടാപാടുപെടും, കഠിനാധ്വാനം ചെയ്യും. പക്ഷേ നാളെ പരലോകത്ത് നമുക്ക് മേടിക്കേണ്ട വീട്, പറമ്പ്, അത് സ്വർഗമാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. അതിനാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ആ പേടി ഉണ്ടാകുമ്പോഴാണ് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ 5 കാരണങ്ങൾ പഠിച്ചു കഴിഞ്ഞ